بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 26-ാമത്തെ രാത്രിക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. നാളെ അഥവാ 27-ാം രാവാവും. പുണ്യം നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ അള്ളാഹുവിൻ്റെ ഔദാര്യം അതിവിപുലമായ ക്രമത്തിൽ വിശ്വാസികളുടെ മേൽ വർഷിക്കുന്ന ഒരു സന്ദർഭം. അങ്ങനെയുള്ളൊരു അസുലഭ സമയത്തിനാണ് നമ്മളെല്ലാവരും ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഫജ്റിൽ 2 നിലയിലുള്ള ആകസ്മികത്വങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നു. അത് എല്ലാവരുടെ ജീവിതത്തിലും ഒരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അങ്ങനെയില്ലാതെ ദീർഘകാലം വളരെ ആനന്ദത്തോടും സന്തോഷത്തോടും ഒരല്ലലും അരട്ടലും ഒന്നുമില്ലാതെ ജീവിച്ച് മരിച്ചു പോയവർ ഉണ്ടോ എന്നത് സംശയമാകുന്നു. അത്രത്തോളം ആണ് ജീവിതത്തിൻ്റെ വ്യക്തിയിലോ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ ആ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിലോ ഒക്കെ ഉണ്ടായിത്തീരുന്ന ചില അനർത്ഥതകളാണ് ഈ ആയത്തിൻ്റെ പ്രതിപാദനം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ. അപ്പോൾ ഓരോ മനുഷ്യനും അള്ളാഹു അവനെ പരീക്ഷിക്കുകയാണ്. അതവനെ ഏറെ ആദരിച്ചുകൊണ്ടാണ്, ബഹുമാനിച്ചുകൊണ്ട്, അവൻ്റെ അഭീഷ്ടതകളും ആഗ്രഹങ്ങളുമെല്ലാം യഥാസമയം നിറവേറ്റിക്കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ അള്ളാഹു അവനെ പരീക്ഷിക്കും. ഇങ്ങനെ നൽകിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വനഅമഹു, അവന് നാം അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ആഴ്ചയും മാസവും വർഷവും ഒക്കെ ഇങ്ങനെ അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ഒഴുക്കാണ് ജീവിതത്തിൽ ഉണ്ടാവുക. അതാണ് ആ പരീക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവൻ പറയും ഫയഖൂലു റബ്ബി അക്റമൻ, അള്ളാഹു എന്നെ കേൾക്കുന്നു, കാണുന്നു, ആദരിക്കുന്നു, എന്നെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ മനുഷ്യൻ പറയും. അപ്പൊ ഇവിടെ 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനാൽ ആദരിക്കപ്പെടുന്നൊരവസ്ഥ, എല്ലാവരുടെ ഇടയിലും അംഗീകാരം ലഭ്യമാകുന്ന ക്രമത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 2, അനുഗ്രഹങ്ങൾ വർദ്ധിച്ച തോതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നയാൾ. ഏറെ ഗൗരവത്തോടുകൂടി അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ പല പ്രാവശ്യവും ആ ദുആ ഇവിടെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. അത് എന്നെ ഏറെ ആകർഷിച്ചത് അറഫയിൽ അതിൻ്റെ പര്യവസാന സമയത്ത് നബിയുടെ ഗദ്ഗദം നിറഞ്ഞ സ്വരത്തിലുള്ള ഈ പ്രാർത്ഥനയാണ്. അത് നമ്മുടെ വരുതിയിലും നിയന്ത്രണത്തിലും അല്ല ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന വിഷയം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ദിനരാത്രങ്ങളിൽ ഇനിയുള്ള സമയത്തെ പ്രാർത്ഥന അത് ഗദ്ഗദം നിറഞ്ഞത് മാത്രമല്ല, ഉദ്യോഗജനകമായ മാനസികാവസ്ഥയിലാണ് ആ പ്രാർത്ഥന ഉൾക്കൊള്ളേണ്ടത്. റസൂലുള്ള പ്രാർത്ഥിച്ചു, 2 കൈകൾ ഉയർത്തി, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ, നീ നൽകിയ നിന്റെ അനുഗ്രഹം ജീവിതകാലത്ത് എന്നിൽ നിന്ന് നീങ്ങിപ്പോവുക, അത്തരം ഒരവസ്ഥ എനിക്ക് ഉണ്ടാക്കരുത്. സഹീഹുൽ ബുഖാരിയിൽ വന്ന ഒരു ഹദീസുണ്ട്, അത് മുസ്ലിമിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്. മനുഷ്യരിൽ അധികം ആളുകളും രണ്ട് ദിവ്യാനുഗ്രഹങ്ങൾ, അതിൽ അശ്രദ്ധരായി ജീവിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഔദാര്യം കണക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വലിയ അനുഗ്രഹമാണ്. അതിൽ വേണ്ടത്ര ശ്രദ്ധാലുക്കളല്ല മനുഷ്യർ. ആ രണ്ട് കാര്യവും അവർ അശ്രദ്ധരായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അസ്സിഹത്തു വൽ ഫറാഗ്, ഹദീസിന്റെ പദം അതാണ്. അതിലൊന്ന് ആരോഗ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം വേണ്ടുവോളം വിശ്രമം, അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള അവന്റെ ഒരു ശേഷിയാണ്. അത് രണ്ടും അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം വേണ്ടത്ര നന്ദി കാണിച്ച് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതൊരു വലിയ വമ്പിച്ച പരീക്ഷണമായി പിന്നീട് പരിണമിക്കും. ഖുർആൻ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, ലഇൻ ശക്കർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ അള്ളാഹുവിനോട് വിനയാന്യുതരായി നന്ദിയുള്ളവരായി ജീവിക്കുന്ന പക്ഷം, ഈ അനുഗ്രഹങ്ങളുടെ എല്ലാ ഉപയോഗത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പടച്ചവനോടൊരു നന്ദിയുള്ള മനസ്സാണെങ്കിൽ അത് അള്ളാഹു ഇനിയും നൽകിക്കൊണ്ടിരിക്കും. അത് വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ്. ഇനി അതല്ല, നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഖുർആൻ നമ്മെ താക്കീത് ചെയ്ത ഒരു ഭാഗം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് രണ്ടും വലിയ അനുഗ്രഹമാണ്. ഒന്ന് ആരോഗ്യവും ഒന്ന് വിശ്രമവും, ഒഴിഞ്ഞ സമയം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അപ്പോൾ അവൻ പറയും ഫയഖൂലു റബ്ബി അക്രമൻ. ഇനി അതല്ല, അമ്മാ ഇദാ മബ്തലാഹു, ഇനി അള്ളാഹു അവനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. ഫഖദറ അലൈഹി റിസ്ഖഹു, അവന്റെ വിഭവങ്ങളിൽ അവൻ തോത് നിർണയിക്കും. അള്ളാഹു നൽകുന്ന വിഭവങ്ങൾ റേഷനായി നിശ്ചയിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം. അപ്പോൾ അവൻ പറയും ഫയഖൂലു റബ്ബി അഹാനൻ, അള്ളാഹു എന്നെ നിസ്സാരനാക്കി കളഞ്ഞുവല്ലോ. ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടും പടച്ചവൻ എന്നോട് കാരുണ്യമല്ല നിസ്സാരവൽക്കരണമാണ് ചെയ്തത് എന്ന് അവൻ പരിതപിക്കുന്നതാണ്, പരിഭവപ്പെടും. പക്ഷെ അള്ളാഹു പിന്നീട് പറയുന്നത് ജീവിതത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കല്ല ബല്ലാ തുക്രിമൂനൽ യതീം, അതൊന്നും അല്ല കാര്യം. ഈ രണ്ട് തരം പരീക്ഷണങ്ങളുടെയും അവസ്ഥാന്തരങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട്, അതുമല്ല. പിന്നെന്താ, അവരെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല എന്നതാണ്. അനാഥ കുട്ടികളെ വളർത്തുന്നുണ്ടാവും, നോക്കുന്നുണ്ടാവും, ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നുണ്ടാവും, ഉല്ലാസയാത്രയെ കൊണ്ടുപോകുന്നുണ്ടാവും. അതൊക്കെ ഒരു വശത്ത് ശരിയാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു ചുമതലയുള്ളത് അവരോട് ബഹുമാനം കാണിക്കണമെന്നാണ്. അപ്പൊ അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായി അംഗീകരിക്കലാണ്. യഥാർത്ഥ മാതാപിതാക്കൾ അവരുടെ കാലവിയോഗത്തിന് ശേഷമാണല്ലോ ഇവർ അനാഥരായത്. ആ കുട്ടികൾ അവരിൽ നിന്ന് എന്ത് ദൈന്യമായ നോട്ടമാണോ നമ്മുടെ നേരെ നോക്കുന്നത്, ആ ദൈന്യത മാറുമാറ് നമ്മൾ സഹകരിക്കണം അങ്ങോട്ട്. അപ്പൊ നമ്മൾ തലോടേണ്ടി വരും. അപ്പൊ നബി പറഞ്ഞ ഒരു ഹദീസ് അബൂദാവൂദിന്റെ സുനനിൽ വന്നത് ഇപ്രകാരമാണ്. അത് ഇമാം മാലിക് അലൈഹി റഹ്മയുടെ മുവത്തയിലുണ്ട്. നിന്റെ ഹൃദയത്തിന് ഒരു മാറ്റവും ഇല്ല, നിനക്കൊരു ചലനമില്ല, ഒരു ദയ വരുന്നില്ല, ആ അലിവുണ്ടാകുന്നില്ല എങ്കിൽ ആ ഹൃദയത്തിൽ ഒരു തരളിതത്വം ഉണ്ടാകാൻ,
അനാഥ കുട്ടികളുടെ നെറുകയിൽ നീ തടകിയാൽ മതി. അപ്പൊ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞുമക്കളെ നമ്മൾ തലോടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അലിവ് ജനിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചത്. അതൊക്കെ വലിയ വിശദീകരണമുള്ള വചനങ്ങളാണ്. അപ്പൊ ഞാനത് നീട്ടി പറയുകയല്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞതൊന്നുമല്ല, കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കീൻ. അഗതികൾക്ക് ഭക്ഷ്യം നൽകുന്നതിൽ നീ വേണ്ടത്ര ഗൗരവം പുലർത്തിയില്ല, പ്രോത്സാഹിപ്പിച്ചില്ല. ജനങ്ങളിൽ വ്യാപകമായ ഉണർവ് ആ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്തില്ല. എല്ലാവരുടെയും കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്താൽ മതി അതിന്. അതാണ് അതിൻ്റെ ഒരു പ്രതിവിധിയുള്ളത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ ഒരാക്ഷേപമുണ്ട് നമ്മുടെ പേരിൽ. അത് ഈ റമദാനിൽ എന്തേ മുസ്ലിമുകൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തിക്കാഫിന്റെ എണ്ണമൊക്കെ കൂടുന്നുണ്ട്, പള്ളികളുടെ എണ്ണവും കൂടുന്നുണ്ട്, ആളുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന കാര്യത്തിൽ എന്താ ഒരു ശ്രദ്ധയില്ലാതെ പോയത്? വാരി വലിച്ചാണ് നമ്മുടെ തീറ്റ. നമുക്ക് ഈ ദുനിയാവിൽ എന്തു കിട്ടിയാലും മതി വരാറില്ല. അത് എന്തായിരുന്നാലും വേണ്ടില്ല. അത് 1, 2, 4, 10 വിഭവങ്ങൾ എന്നല്ല, അതിനപ്പുറം വീണ്ടും നമ്മൾ തേടുകയാണ്. ഇനി വേറൊന്നുമില്ലേ? അപ്പൊ റസൂലുള്ള പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമായ ഹദീസുണ്ട്, ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയതാണ്. മതി എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഭക്ഷണത്തിൽ, അത് ഈ ഒരു പിടി മണ്ണ് മാത്രമാവുന്നു. അപ്പൊ അവൻ പറയും മതി, എനിക്ക് മതിയായിരിക്കുന്നു, ഇനി ഞാൻ അല്പം താഴോട്ട് ഇറങ്ങൂല. അപ്പൊ അത് മാത്രമാണ് മനുഷ്യന്റെ വയറ് നിറയ്ക്കുന്നത്, ഒരു പിടി മണ്ണ് മാത്രമാകുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മെ ഉണർത്തിയത്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. വലിയ അളവിലാണ് സമ്പത്തിനോട് നിന്റെ പ്രതിപത്തി നീ പ്രകടിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വൈലുല്ലിക്കുല്ലി ഹുമസ പറഞ്ഞപ്പോൾ അല്പം വിവരിച്ചതാണ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. അപ്പൊ നബിയുടെ ഈ ദുആ നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ഗ്രസിക്കുന്ന ഒന്നാണ്. പടച്ചവനെ, നീ നൽകിയ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് എൻ്റെ ജീവിതകാലത്ത് നീങ്ങിപ്പോയാൽ ഞാൻ എല്ലാവരാലും അപഹസിക്കപ്പെടുന്നവനായി വരും. ഒരാളും തിരിഞ്ഞു നോക്കൂല. ഈ മനുഷ്യവംശ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുകയാണല്ലോ, നമ്മളുടെ അടുത്തേക്ക് ഏറ്റവും ആദ്യം വരുന്നത് സാമ്പത്തിക സൗകര്യം ഉണ്ടായാൽ നമ്മുടെ ബന്ധുക്കളാണ്. അതിലൊരു ചെറിയ പരീക്ഷണം ഉണ്ടായി എന്ന് സങ്കല്പിച്ചോ, ഏറ്റവും ആദ്യം നമ്മളെ വിട്ട് അകന്നു പോകുന്നതും നമ്മുടെ ബന്ധുക്കൾ മാത്രമായിരിക്കും. ഇതിപ്പോൾ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നുമില്ല. അതുണ്ടെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മിന്നൽ ഹബീബ് ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ പൊതിയും. കുടുംബാദികൾ, നമുക്കറിയാത്ത കുടുംബാദികൾ പിന്നെ ഉണ്ടാവില്ല. നമ്മളെ അറിയും അവരെല്ലാം. ഓരോന്നിനും വിളിക്കും, കാണും, വരും. കല്യാണമൊക്കെ വിളിക്കണ ഒരാഴ്ച പോകാൻ തോന്നും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യം. ഇനി നമുക്കതിനകത്തൊരു പരീക്ഷണം ഉണ്ടായാലോ, ഇവരാദ്യം തന്നെ നമ്മളിൽ നടന്നു പോകും. അതാണ് മനുഷ്യരുടെ സ്വാഭാവികമായ ചില സ്വഭാവ രീതികൾ എന്ന് അള്ളാഹു ഇവിടെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാകാം റസൂലുള്ളയുടെ ഈ ദുആ ജീവിതകാലത്തൊരു പരീക്ഷണമാകരുത്. അങ്ങനെ പരീക്ഷണമായ അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ എന്ന അടിസ്ഥാനത്തിലല്ല, പരിഹസിക്കും ആളുകൾ. അതൊക്കെയാണ് അതിൻ്റെ കാരണം. ഞാനത് നിർത്തുകയാണ്, സമയം കുറവാണ് നമുക്ക്. ഇന്ന് 26ാമത്തെ രാവാണ്. വതഹവ്വലി ആഫിയത്തിക്ക, ആരോഗ്യം തകിടം മറിയുന്നതിൽ നിന്ന് നിന്നോട് അഭയം തേടും. നമ്മൾ പറയില്ലേ, ഇപ്പൊ 5 മിനിറ്റ് മുമ്പ് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞതേ ഉള്ളൂ, അപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ അത് സ്ട്രോക്കായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ തുടർന്ന് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാം നിങ്ങളൊന്ന് നോക്കുക. നമ്മൾ, നമ്മുടെ കുടുംബാദികൾ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അയൽവാസികൾ, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന, സ്പർശിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, ഇവരിലെല്ലാമാണ് ഈ പരീക്ഷണം ഉണ്ടാവുക.
വതഹവ്വലി ആഫിയതിക, നമ്മുടെ തന്നെ ജീവിതത്തിൽ, വസൂഇ നിഖ്മതിക, മോശമായ അള്ളാഹുവിൻ്റെ സ്പർശമുണ്ട്, അത് ശിക്ഷയാണ്. അത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പ്രതിപാദിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ അത് ദീർഘിപ്പിക്കുകയല്ല. വജമീഇ സഖ്തിക, എല്ലാ നിന്റെ കോപത്തിൻ്റെ ഇടപെടലിൽ നിന്നും അള്ളാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഈ പ്രാർത്ഥന എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വളരെ നന്നായി ഹൃദയപൂർവം മനസ്സിൽ നിന്ന് ഉണരുന്ന ദുആയായിട്ട് സ്വീകരിക്കുക. പടച്ചവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റമളാനിന്റെ എല്ലാ ഫളിലുകളും അനുഭവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ, ഉസ്താദന്മാർ, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم. نجنا مما نخاف ونحذر رب ارحمهما كما ربياني صغيرا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.